എവിടെ എൻട്രി എടുക്കണം, എവിടെ കാര്യങ്ങൾ. ഇതിപ്പം ഇവിടെ വന്ന എൻട്രി ആണ്, 5 മിനിറ്റിൽ വന്ന എൻട്രി ആണ്. കേൾക്കുന്നുണ്ടല്ലോ വോയിസ്? ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയ്സ് ഉണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഇല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫാന് കറങ്ങുന്നുണ്ട്, അത് മാത്രമേ ആ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഫ്രണ്ട് എൻഡിൽ വരുന്നത്. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്ന സിസ്റ്റം നോർമലി ട്രേഡിംഗ് വ്യൂ പറയുന്ന സിസ്റ്റം ഇതാണ് നോർമൽ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാവരും നോർമലി ഇതിലാണ് മാനുവലി എല്ലാവരും കാര്യങ്ങൾ ചെയ്യേണ്ടത്. മാനുവലി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും 95% കാര്യങ്ങൾ ഇവിടെ നമ്മളെ സിസ്റ്റം ചെയ്യുന്നുണ്ട്. എൻട്രി എവിടെ എടുക്കുക, എക്സിറ്റ് എവിടെ വെക്കുക, ടാർഗറ്റ് എവിടെ വെക്കുക എന്നൊക്കെ നമ്മളെ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇത് ഇന്ന് കംപ്ലീറ്റ് ആയ ഒരു എൻട്രി ആണ്. അപ്പോൾ ഇതിൽ ബാക്ക് എൻഡ് നെക്സ്റ്റ് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ നമുക്കൊരു 1 മിനിറ്റിൽ നോക്കാം. ഓക്കെ, 1 മിനിറ്റിൽ ഒരു എൻട്രി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു എൻട്രി ഈ രീതിയിലാണ് ഉണ്ടാവില്ല. ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റിൽ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ ഡാറ്റാ ബോക്സിനെ കൺഫർമേഷൻ നോക്കുക. ഇവിടുന്ന് തന്നെ എന്നാക്കുക, ഏതാണ് ബ്രോക്കർ അത് ഇവിടുന്ന് കണക്ട് ചെയ്യുക. ഈ രീതിയിൽ ഇവിടെ നിന്ന് നമുക്ക് ട്രേഡ് എൻട്രി എടുക്കാൻ പറ്റും. ഇവിടുന്ന് കണക്ട് ചെയ്യുക, കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ എന്നാക്കുക. ഒരു സെക്കൻഡേ, ഇതിനകത്ത് സ്റ്റാർ ട്രേഡർ ഇതിനകത്ത് ട്രേഡിംഗ് വ്യൂവിനകത്ത് ഇല്ലല്ലോ. ഞങ്ങൾ MT5 വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിനകത്ത് സ്റ്റാർ ട്രേഡ് ഇല്ലെന്നാണ് എൻ്റെ ഇൻഫർമേഷൻ. അപ്പോൾ ഇത് ട്രേഡിംഗ് വ്യൂവിനകത്ത് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ അല്ലേ? ഈ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, അതായത് നിലവിൽ റിയൽ ഡാറ്റാസ് കിട്ടുന്നത് ട്രേഡിംഗ് വ്യൂവിൽ മാത്രമാണ്. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. റിയൽ ഡാറ്റാസ് ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂവിന്റെ കയ്യിൽ മാത്രമാണ്. അപ്പോൾ നിലവിൽ ഇത്രയും ബ്രോക്കേഴ്സിനും ഗോൾഡ് ചെയ്യുന്നവർക്ക് ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യൽ ബിനാൻസ് ചെയ്തോന്നാണ്. ബിനാൻസിൽ ഗോൾഡ് ഉണ്ട്, സിൽവറിന്റെ ഏറ്റവും കൂടുതൽ വോളിയവും ബിസിനസ്സും നടക്കുന്ന ബിനാൻസിലാണ്. ലോകത്തെ നമ്പർ 1 പ്ലാറ്റ്ഫോം ആണ് ബിനാൻസ് വരുന്നത്. ഇതിലാണ് ബിസിനസ് നടക്കുന്നത്. തേർഡ് പാർട്ടി കണക്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് അവിടെ MT5 തേർഡ് പാർട്ടി ആയിട്ടാണ് കണക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ലോസിനുള്ള റീസൺ നിങ്ങൾക്ക് ഇതിലത്തെ പ്രൈസിങ്ങും അതേപോലെ സ്റ്റാർട്ട് അതായത് എന്താ പറയുക MT5 പ്രൈസിങ് നോക്കാൻ ഡിഫറൻസ് ഉണ്ടാവും. അവിടെ കാണിക്കുന്ന പ്രൈസിൽ, അവിടെ കാണിക്കുന്ന വാല്യുവേഷനിൽ ഡിഫറൻസ് വരും. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം. ബ്രോക്കർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ എത്ര സിസ്റ്റം ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. ബ്രോക്കർ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ സിസ്റ്റം പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ട്രേഡിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ ഇതില് ഓക്കെ, നമ്മൾ ഇതിലുള്ള ബ്രോക്കേഴ്സ് കണക്ട് ചെയ്യുക. ഇവിടുന്ന് ഡയറക്റ്റ് എന്നാക്കുക, ഓക്കെ നമുക്ക് പ്രോഫിറ്റ് കൊടുക്കുക, ഇത് കൊടുക്കുക. ഇവിടുന്ന് ബൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എൻട്രി എക്സിക്യൂഷൻ നടക്കും. പ്ലേസ് ആയിട്ടുണ്ട്, എൻട്രി പ്ലേസ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട സിസ്റ്റം. കൺഫർമേഷൻ നോക്കുക, എൻട്രി ഇട്ട് എടുക്കുക. അപ്പൊ ഇതാണ് നമ്മളെ ഫ്രണ്ട് എൻഡിൽ വരുന്ന ടൂള്. ഇനി ബാക്ക് എൻഡിൽ നെക്സ്റ്റ് നമ്മളെ ടൂൾ എന്ന് പറയുന്നത് മാർക്കറ്റിൽ വരുന്ന വലിയ വലിയ കോർപ്പറേറ്റുകൾ, വലിയ അതാണ് നമ്മൾ അഡ്വാൻസ് ടൂള് വരുന്നത്. അതായത് ബാക്ക് എൻഡിൽ ഇപ്പം ഇന്നൊക്കെ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്താണ് ഇവിടെ മാർക്കറ്റിലൊക്കെ നടന്നതെന്നുള്ളത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നോർമൽ മാർക്കറ്റ് അല്ല. ഇവിടെയൊക്കെ മാർക്കറ്റ് റോക്കറ്റ് എന്ന് പറഞ്ഞ് കണ്ടോ. ഇതൊക്കെ മാർക്കറ്റിൽ ഒരു ടീം മാർക്കറ്റ് പമ്പയിക്കുന്നതാണ്. മാനിപ്പുലേഷൻ മാർക്കറ്റാണ് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. റോക്കറ്റ് എന്ന് പറഞ്ഞു. അതേപോലെ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ 2 ടൂളും വെച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഫ്രണ്ട് എൻഡ് ടൂള് നമുക്ക് തരുന്ന സിഗ്നൽസും കാര്യങ്ങളും പറഞ്ഞാൽ നോർമൽ മാർക്കറ്റിന്റെ കാര്യങ്ങളാണ്. നോർമൽ മാർക്കറ്റിൽ നടക്കുന്ന, അതായത് ബാക്ക് എൻഡ് വലിയൊരു കോർപ്പറേറ്റും കാര്യങ്ങൾ വരുമ്പോൾ എടുക്കേണ്ട എൻട്രീസ് ഇവിടുന്നാണ്. ഇത് വെച്ചാണ് എടുക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ 2 ടൂള് വരുന്നത്, സിസ്റ്റം വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്, ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും. ഇതിലിപ്പം മാർക്കറ്റ് ഇപ്പൊ ഇവിടുന്ന് ഒരു ടീം മാർക്കറ്റ് പമ്പ് ചെയ്തിട്ടുണ്ട്. പമ്പ് ചെയ്തതാ കാണുന്നത്, റോക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സിമ്പിള് കാണുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് പമ്പ് ചെയ്തതാണ്. ഇപ്പൊ നെക്സ്റ്റ് മാർക്കറ്റ് ആ ടീം ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീം ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ആ ടീം എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഡൗൺഫാളിലേക്ക് എന്നാവും അടുത്തൊരു ഈ ടീം എക്സിറ്റ് ആയതാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഡൗൺഫാളിലേക്ക് മാർക്കറ്റ് എന്നാവും. ക്രാഷ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്താക്കാം, ഒരു ഡൗൺഫാൾ ട്രെൻഡ് ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റും. കുറച്ച് വെയിറ്റ് ചെയ്താൽ തിരിയും. ഇവിടുന്ന് എന്താണ് മാർക്കറ്റ് ക്രാഷ് ആണോ എന്താണെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ തിരിയും കാണും. വേറെ മാർക്കറ്റ് എടുത്ത് കാണിച്ചാൽ BTCയോ ഓക്കെ. ഇപ്പൊ തീരത്തിലാണ് ഇപ്പൊ മാർക്കറ്റ് ഉണ്ട്. തീരത്തിന്റെ മാർക്കറ്റൊക്കെ പമ്പ് ചെയ്ത് കൊണ്ടുപോയതാണ് മാർക്കറ്റ്. അപ്പൊ ഇവിടുന്ന് ആ ടീം എക്സിറ്റ് ആകുന്നതിന് നമുക്ക് ഇവിടെ തന്നെ ആ എൻട്രി എന്നാക്കാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു
ഓക്കെ, അങ്ങനെ ഒരു ക്രാഷ് എൻട്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ എൻട്രിയും കാര്യങ്ങളും ഇവിടുന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമ്മളെ പഠിപ്പിക്കും എന്താണ് ഈ രണ്ട് സോഫ്റ്റ്വെയറും വെച്ചുകൊണ്ട് ഒരു 5% പഠിക്കാനേ ഉള്ളൂ. ഇതിന്റെ ഒരു ആണെങ്കിൽ നമുക്ക് ഞാൻ പെർഫോമൻസ് കാണിച്ചു തരാം. ലാസ്റ്റൊക്കെ നമ്മളെ സോഫ്റ്റ്വെയർസിന്റെ ഒരു പെർഫോമൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കംപ്ലീറ്റ് ആയത്. ഇപ്പം ഗോൾഡിലാണെങ്കിൽ ഗോൾഡ് എടുക്കാം. ഇതിപ്പം ഗോൾഡിൽ ലാസ്റ്റത്തെ ഇതാണിപ്പം ലാസ്റ്റ് ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 65-70% ടോട്ടൽ. അതായത് ടോട്ടൽ ലാസ്റ്റ് മന്തിൽ ഉണ്ടായ ഒരു ട്രേഡ്, അതായത് ഒരു മെയ് 18 മുതൽ ജൂൺ 15 വരെയുള്ള ട്രേഡ്സ് ആണ് ഇത് കാണുന്നത്. ടോട്ടൽ 142 ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 90 ട്രേഡ് കംപ്ലീറ്റഡ് ആണ്, വിന്നിങ് ആണ്. 52 ട്രേഡാണ് ലൂസ് വന്നത്. ഇത് കഴിഞ്ഞ ഒരു മെയ് 18 മുതൽ ജൂൺ 15 വരെയുള്ള റിസൾട്ടാണ്, ലൈവ് റിസൾട്ടാണ്. ഇത് ഓരോ മാർക്കറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം BTC-യിലാണെങ്കിൽ ഓരോ മാർക്കറ്റിനും ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് പോലെയാണ്. BTC-യിലാണെങ്കിൽ ടോട്ടൽ ട്രേഡ് ഇതിപ്പോൾ ഒരു മെയ് 25 മുതൽ ജൂൺ 15 വരെ ഉള്ളതാണ്. ടോട്ടൽ 160 ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 120 ട്രേഡ് വിന്നിങ് ആണ്. ഓരോ മാർക്കറ്റിനും അതിന്റെ കാര്യങ്ങൾ ലൈവായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫോമൻസ് നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കുള്ള ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക, കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി വരാം എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അല്ല, ഇത് കംപ്ലീറ്റ് നമ്മള് സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? ഇല്ല, സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കണം. ഞങ്ങൾ ചെയ്യുന്നത് നോർമലി നമ്മുടെ മൊബൈൽ വെച്ചിട്ട്, മൊബൈൽ MT5 വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, MT5 ഇതിലേക്ക് മാറണമെന്നേ ഉള്ളൂ. അതായത് ഞാൻ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ക്രാഷ് വരാനുണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് മിക്കവാറും ഒരു ടീം ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ടീം ഇവിടുന്ന് കയറി എൻട്രി ആയ ടീമുകൾ ഈ എൻട്രി ആയ ടീം ഇവിടുന്ന് എക്സിറ്റ് ആവലായി. അവിടുന്ന് ഓൾറെഡി എക്സിറ്റ് സിഗ്നൽ വന്നു. ഇപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് എക്സിറ്റ് ആയിയാണ് ചെയ്യുന്നത്. ഇവിടെ എക്സിറ്റ് വന്നു ഓൾറെഡി. ഒരു ഹ്യൂജ് ഓഫ് ടീം ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ട്രെൻഡിലേക്ക് എക്സിറ്റ് ആകുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ തിരിയും മെല്ലെ മെല്ലെ ഇപ്പൊ മാർക്കറ്റ് ഡൗൺ. ഇവിടെ നമുക്കൊരു സിഗ്നൽ വരും. ഇപ്പൊ ക്രാഷ് എന്ന് പറഞ്ഞ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് ക്രാഷ് ആവും. ഗോൾഡ് ആണ്, വെയിറ്റ് ചെയ്യാം. നമുക്ക് ലൈവായിട്ട് തന്നെ ലൈവ് എൻട്രി ആണ് ഈ കാണുന്നത്. വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എൻട്രി വരും. അപ്പൊ ഫുൾ ടൈം വാച്ച് ചെയ്യാന്നുള്ള സിസ്റ്റം അല്ല. നിങ്ങൾ ഏത് ടൈമിലാണ് ഫ്രീ ആവുന്ന ടൈം, ആ ടൈമിലേക്ക് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അതായത് എപ്പോഴും എല്ലാ ട്രേഡും നമ്മൾ എടുക്കണം എന്നുള്ള കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും. ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടല്ല, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാത്തതാണ്. അതിലെ മെയിൻ റീസൺ ആൾക്കാർ എല്ലാ ട്രേഡും എടുക്കണമെന്നൊരു ചിന്താഗതിയിലേക്ക് വരും. എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആൾക്കാർ എന്നാവും അതിലേക്ക് പെട്ടെന്ന് പോയി ആ ട്രേഡ് എടുക്കണം, അതെടുക്കണം എന്നുള്ള ചിന്താഗതിയിലേക്ക് വരും. അത് പ്രശ്നമാണ്. ഞങ്ങൾ എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാന്നാണ് പഠിക്കണം. നമ്മൾ എല്ലാവരും ചെയ്യില്ല, എപ്പോഴും എല്ലാ ട്രേഡും വേണമെന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് നോക്കി, ഇന്നിപ്പം ഓക്കെ, ഇതൊക്കെ ഇന്ന് നമ്മൾ ടൂളും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സിസ്റ്റം ഇതിലുണ്ടായിരുന്നു. അതായത് ഇന്ന് എൻട്രീസും കാര്യങ്ങളും നല്ല രീതിയിൽ എൻട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിസ്റ്റത്തിൽ നല്ല രീതിയിൽ എൻട്രീസും കാര്യങ്ങളും ഉണ്ടായി. ഇപ്പൊ ഇവിടെ ലൈവായിട്ട് കാണാം. ഇവിടെ മാർക്കറ്റ് ക്രാഷ് ആവും. ഇപ്പൊ ഇവിടെ ഒരു ടീം ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഡൗൺഫാളിലേക്ക് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്. അത് ഇത് എങ്ങനെയാ, ഇത് ഞാനിപ്പോ വെറുതെ പറയുന്നല്ല, എന്റെ കൺമുന്നിൽ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ടീമൊക്കെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എൻട്രി ആക്കിയ ടീം. മാർക്കറ്റ് പമ്പ് ചെയ്യിച്ചു. ഇപ്പൊ നമുക്ക് ഗോൾഡ് മാർക്കറ്റ് നോക്കിയാൽ തിരിയും. ഇവിടെ എന്താണ് മാർക്കറ്റ് മാനിപ്പുലേഷൻ ആണ്. അതായത് ഒരു സൈഡ് വൈസ് ട്രെൻഡ് ആണ്. ഏകദേശം ഇന്ന് ഒരു 2 മണി മുതൽ പോകുന്നത്. 2 മണി മുതൽ ഈ ഒരു വൈകുന്നേരം വരെ സൈഡ് വൈസ് ട്രെൻഡിലാണ് മാർക്കറ്റ് പോകുന്നത്. ഒരു ടീം ഇവിടുന്ന് നിന്നാക്കി മാർക്കറ്റ് ചെറിയ രീതിയിൽ പമ്പ് ചെയ്തു. ആ ടീം ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഈ ടീം എക്സിറ്റ് ആയി. ഈ ടീം എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ മാർക്കറ്റ് ഇതിനും മേലേക്ക് പമ്പാവും. വെയിറ്റ് ചെയ്യാം, കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാം. ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. നമ്മളെ ഫ്രണ്ട് എൻഡ് ടൂളിൽ നോക്കി കഴിഞ്ഞാൽ തിരിയും. അവിടെ എന്നായിട്ടുണ്ടാവും, അവിടെ മാർക്കറ്റ് ഡൗൺഫാളിലേക്ക് വരുന്നുണ്ടാവും. ഫ്രണ്ട് എൻഡ് ഓൾറെഡി ടാർഗറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. TP3 കംപ്ലീറ്റ് ആയിരുന്നു. മാർക്കറ്റ് ഡൗൺഫാളിലേക്ക് ചെറിയൊരു ബിയറിഷ് എൻട്രി ആയിട്ടുണ്ട്. ഇതിൽ ടാറ്റ ബോക്സിൽ വോളിയത്തിന്റെ ഇത് മാറുന്നുണ്ട്.
മാർക്കറ്റ് ഇപ്പൊ വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ മാനിപ്പുലേഷൻ ആണ്. ഈ ഏരിയ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത ഏരിയകളാണ് ഈ സർവീസ് ട്രെൻഡ്. ഈ രീതിയിൽ നമ്മൾക്ക് എന്താണ്, അതായത് നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ ഇപ്പൊ ഒന്നുമില്ല, ഇതൊന്നുമില്ല, നിങ്ങളെ കൈമ ടൂൾ ഇല്ല, സിസ്റ്റം ഇല്ല, നിങ്ങളിപ്പോ നോർമലി ചെയ്യുന്ന ഈ സിസ്റ്റത്തിലാണ്. ഇതിൽ നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുണ്ടാക്കുന്നുണ്ടാവും. ഇത് മാർക്ക് ചെയ്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, ഓർഡർ ഫ്ലോവും കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം വെച്ചുകൊണ്ട് മാനുവലി ചെയ്യണം. അതൊക്കെ റാൻഡമായി ചെയ്യുന്നതാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ഓക്കെ, ഇവിടെ ഇപ്പൊ ഓക്കെ, ഇനിയിപ്പോ ഡൗൺഫാൾ, ഇവിടെ എന്തുകൊണ്ട് ഡൗൺഫാൾ ഇത് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കാനേ കിട്ടൂല. ആർക്കും ബ്ലൈൻഡ് ആയിട്ട് നോക്കുന്ന സമയം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റൂല. അതായത് ഇവിടുന്ന് ഒരു ടീം ഇവിടുന്ന് എക്സിറ്റ് ആകുന്നുള്ളത് ഒരു ടീമിനും പ്രൊജക്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇതൊക്കെ ടെക്നോളജി വെച്ചുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് നമ്മൾക്ക് കിട്ടുന്ന എങ്ങനെയാ വെച്ചാൽ ഇതൊക്കെ ഇതിലുള്ള ബ്രോക്കേഴ്സിന്റെ ബാക്ക് എൻഡ് ആയിട്ട് കണക്ഷനാണ്. മാർക്കറ്റിൽ നോർമലി ചെയ്യുന്ന യൂസേഴ്സ് ചെയ്യേണ്ടത് ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ്. അതായത് ഒന്നെങ്കിൽ ട്വീറ്റിൽ നോക്കണം, ഇതിലൊക്കെ ന്യൂസ് നോക്കിയിട്ടാണ് ഒരു ഡിസിഷൻ ഇപ്പം വന്ന് എടുക്കേണ്ടത്. കറക്റ്റ് അല്ലേ? പക്ഷെ എനിക്ക് ഒരു കാര്യം, എനിക്ക് ഈ ഒരു ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് ഈ ഒരു സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ 2 സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ കാര്യമില്ല. ഇപ്പൊ ഇത് കണ്ടോ, ഇപ്പൊ ഇവിടെ ട്രേഡ് കംപ്ലീറ്റ് ആയി. ഫ്രണ്ട് എൻഡ് സിസ്റ്റത്തിൽ ഇവിടെ ഒരു ട്രേഡ് 5 മണിക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് 5 മണിക്ക് വന്ന ട്രേഡാണ്, ഒരു 6 മണിക്ക് വന്ന ട്രേഡ്. ഇത് കംപ്ലീറ്റ് ആയി. അടുത്ത ട്രേഡ് വരണമെങ്കിൽ ഇപ്പൊ നടക്കുന്ന നോർമൽ മാർക്കറ്റ് അല്ല, എന്താണ്, മാനിപ്പുലേഷനിങ് ആണ്. ഇത് നോർമൽ മാർക്കറ്റിൽ കഴിഞ്ഞതാണ്. ആ ഒരു എൻട്രി, ബൾക്ക് എൻട്രി വന്നേരം കംപ്ലീറ്റ് ആയതാണ്. അടുത്തൊരു ട്രേഡ് ഇവിടെ വരുന്നുണ്ട്, അത് മാനിപ്പുലേഷൻ മാർക്കറ്റ് ട്രേഡാണ്. അതായത് ഈ ടീം എക്സിറ്റ് ആകുന്ന ട്രേഡാണ്. ഇത് ഇതിലല്ല വരുത്ത്. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിലാണ് ഇവിടെ ട്രേഡ് എടുക്കണം. ഇത് ഇവിടെയാണ് എടുക്കേണ്ടത് അടുത്ത എൻട്രി കിട്ടണമെങ്കിൽ. ഇവിടെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് എന്താക്കാം, ആ രീതിയിൽ ഇവിടെ എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ വരുന്ന എൻട്രിയുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇവിടെ വരുന്ന എൻട്രി മേജർ ആയിട്ട് ഒരു 1:4 ഒക്കെ 1:3 ഒക്കെ പാസ്സാവും. ഒരൊറ്റ ക്രാഷാ, നോർമൽ എൻട്രി അല്ല ഇവിടെ വരുത്ത്. ഇവിടെ നോക്കാം, ഇവിടെ കഴിഞ്ഞിട്ടുള്ള ഓരോ എൻട്രീസും നോക്കാം. ഇത് ഇവിടെ കഴിഞ്ഞൊരു എൻട്രിയാണ്, നോർമൽ എൻട്രി അല്ല. ഇത് ഇവിടുന്ന് കംപ്ലീറ്റ് ആയതാണ്, നോർമൽ എൻട്രി അല്ല. ഇത് ഇവിടുന്ന് കംപ്ലീറ്റ് ആയതാണ്. ഏകദേശം എത്ര വരെ മാർക്കറ്റ്, എത്ര പിപ്സ് വരെ കയറി നോക്കാൻ പറ്റുക മാർക്കറ്റ്. നോർമൽ എൻട്രി അല്ല കംപ്ലീറ്റ് ആയത്. ഇത് ഇവിടുന്ന് പമ്പ് ചെയ്തതാ, നോർമൽ എൻട്രി അല്ല. ഇത് ഇവിടുന്ന് ഇതായതാ, നോർമൽ എൻട്രി അല്ല. ഈ എൻട്രി വരുന്നതിന് മുന്നേ ഇവിടെ സിഗ്നൽ കിട്ടി എത്ര ആൾക്കാർ എൻട്രി ആയിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു ഒറ്റ ക്യാൻഡിൽ, ഈ 2 ക്യാൻഡിൽ, ഈ ക്യാൻഡിലിന്റെ മൂവ്മെന്റ് വരുന്നതിന്റെ ഏകദേശം 1:20 ഇവിടെ സിഗ്നൽ വന്നത്. ഏകദേശം ഇത് പമ്പ് ചെയ്തത് 2:25 ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ ഇവിടെ എത്ര ആൾക്കാർ, അതിനൊരു പ്രഷർ, എത്ര ആൾക്കാർ ഈ ഒരു ഇതിലേക്ക് എൻട്രി ആയിട്ടുള്ള സിഗ്നൽ ഇവിടെ കിട്ടി. ഹ്യൂജ് ഓഫ് ആൾക്കാർ. അതാണ് ഇത്ര പവർ ഈ ഒരു സാധനത്തിന്. ഇതൊക്കെ ഈ സെക്കൻഡ് ടൂൾ, ഇതാണ് അഡ്വാൻസ് ടൂള്. ഇതിലാണ് വലിയ എൻട്രീസ്, അതായത് മറ്റേ നോർമൽ മാർക്കറ്റിൽ നമ്മൾ എന്താണ്, അത് ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഡിസിഷൻ, അതായത് എൻട്രീസും കാര്യങ്ങളും പ്രോപ്പർലി തരാന്നുള്ളതാണ് കാൽക്കുലേഷൻ. അതായത് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനാണ് മറ്റേത്. ഫ്രണ്ട് എൻഡിലെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനാണ് നമ്മുടെ ഫ്രണ്ട് എൻഡ് ടൂള്. ബാക്ക് എൻഡ് ടൂളിൽ നമ്മൾ എന്താണ്, കോർപ്പറേറ്റുകളും വലിയ ടീമുകളും അവരെ കൂടെ നമുക്ക് എൻട്രി എടുക്കാം. മാനിപ്പുലേറ്റേഴ്സിന്റെ കൂടെ എൻട്രി പിടിക്കണമെങ്കിൽ സിസ്റ്റം വേണം. അതിനാണ് ഈ ടൂൾ വരുന്നത്. അപ്പൊ 2 ടൂളും വേണം, ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് നമുക്ക് മനസ്സിലാവണം. അതാണ് ഈ 2 സിസ്റ്റം വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാര്യം കാണാൻ പറ്റേ. 1 മിനിറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ക്രാഷ് വന്നു മാർക്കറ്റ്. ഞാൻ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞതല്ല കാര്യം. 1 മിനിറ്റിൽ ക്രാഷ് വന്നു ഇവിടെ മാർക്കറ്റ്. ക്രാഷ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ അതെനിക്ക് അറിയാൻ തരാം അവിടെ ക്രാഷ് വരാനുണ്ട്. അവിടെ അത്രയും ടീം എക്സിറ്റ് ആയെങ്കിൽ ക്രാഷ് വരും. 1 മിനിറ്റിൽ ഇട്ടത് ഞാൻ അതിന്റെ ഒരു ആക്യൂറസി കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് ഈ 1 മിനിറ്റിലേക്ക്. 1 മിനിറ്റിൽ ട്രേഡ് എടുത്തുകൂടാ, 5 മിനിറ്റിലും 50 മിനിറ്റ് തന്നെ എടുക്കണം. മാക്സിമം 1 മിനിറ്റിലേക്ക് പോയിക്കൂടാ. ഞാൻ അതിന്റെ ഒരു ആക്യൂറസി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ 1 മിനിറ്റിൽ ഇട്ട്. ഇവിടെ ക്രാഷ് വന്നു. ഇവിടെ ഇപ്പം 5 മിനിറ്റിലും ഓട്ടോമാറ്റിക് ക്രാഷ് വരും ഇപ്പൊ ഇവിടെ.
മാർക്കറ്റ് തന്നെയാണ്. ഇവിടെ ഇത്രയും ടീം എക്സിറ്റ് ആയിട്ടുണ്ട്. അതായത് ഇനി മേലിലേക്ക് പോവാന്ന് പറയുന്നത് പോസിബിൾ അല്ല, പെട്ടെന്ന് പോസിബിൾ അല്ല മാർക്കറ്റ്. ഓക്കെ. ആ അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കാം. ഇപ്പൊ ഞാനിപ്പോ തന്നെയാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം ഇങ്ങനത്തെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഇല്ല. പിന്നെ ആൾക്കാർക്ക് ഇപ്പൊ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്? ആൾക്കാർക്ക് ഫുള്ളി കൺഫ്യൂഷൻസ് ആണ്, തീരാത്തത്ര കൺഫ്യൂഷൻസ് ആണ്. കൺഫ്യൂഷൻസ് ഉള്ള ആളാണ് നമ്മളും, നമുക്ക് ഉള്ളതാണ്, അതുകൊണ്ടാണ് അതന്നെയാണ്. നമ്മൾ അതായത് നോക്കുന്നത്. യെസ് അതായത് ആൾക്കാർക്ക് എത്ര പഠിച്ചാലും, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും നമ്മളെ കയ്യില് സിസ്റ്റം, അതായത് കയ്യില് സിസ്റ്റവും കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്കിവിടെ നമുക്ക് കാര്യങ്ങൾ നോക്കിയാൽ തിരിയും എന്താണ് ഇവിടെ നടക്കുന്നത് ബാക്ക് എൻഡിൽ. നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനും കൺഫ്യൂഷനില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾ ഒരേപോലെയാ. ആർക്കും ഒന്നും തിരിയൂല ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. കുറെ ന്യൂസ് നോക്കണം, കുറെ സമയം പോയി ന്യൂസിൽ പോയി ഇരിക്കണം, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും പോകുന്നുണ്ടോ, കുറെ PR വർക്ക് നടക്കും കാര്യങ്ങൾ. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ന്യൂസ് ഏത് പ്ലാറ്റ്ഫോമിൽ വരുന്നതിന്റെയും 1 മിനിറ്റ് മുന്നേ നമുക്ക് കിട്ടും, സിസ്റ്റത്തിന് കിട്ടും. അത് പറയാൻ കാരണം സാധാരണ ഒരു സാധനം ഒരു ഇതിലേക്ക് സിസ്റ്റം വെബ്സൈറ്റിലേക്ക് ന്യൂസ് ഡേയിലേക്ക് അപ്ലോഡായി വരണമെങ്കിൽ ഒരു ടൈം എടുക്കും, പോസ്റ്റ് ചെയ്താൽ. പക്ഷെ ആ സാധനം ബാക്കിന്റെ ത്രൂ ഒന്നാക്കും, ബാക്കിന്റെ കിട്ടും, APIക്ക് കിട്ടും അത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്താണ് ഇതിപ്പോ ഇന്ന് നിഫ്റ്റിയില് ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പൊ ഇന്നലെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിഫ്റ്റി മാർക്കറ്റിൽ ഈ ഒരു എൻട്രി കംപ്ലീറ്റ് ആയത്. ഒരു വലിയ ടീം എൻട്രി ആയതാണ് മാർക്കറ്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഇത് കണ്ടോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ടീം എൻട്രി ആയതാണ്. വെള്ളിയാഴ്ച അന്ന് തന്നെ ഈ ടീം മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ തന്നെ ഈ ടീം ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. വലിയ ഹ്യൂജ് ഓഫ് എക്സിറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ സെക്ഷനിൽ പറഞ്ഞതാണ്, മാർക്കറ്റ് ഇവിടുന്ന് നാളെ ഓപ്പണിംഗ് ആവലോട് കൂടി മാർക്കറ്റ് ക്രാഷ് ആവും. ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞല്ല, മാർക്കറ്റ് 12 മണി മുതൽ മാർക്കറ്റ് ക്രാഷ് ആകാൻ തുടങ്ങിയതാണ്. 12:05 തുടങ്ങി ക്രാഷ് ചെയ്താ എഴുതിയിട്ട് തന്നെ ക്രാഷ് 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 എന്ന് പറഞ്ഞു. നോർമലല്ല, മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് താഴേക്ക് പോകും. ഇവിടെയും സ്ട്രോങ് തന്നെയാണ്, ഇവിടെയും ടീം എക്സിറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് പമ്പ് ചെയ്ത ടീം ഇവിടുന്ന് ടീം എക്സിറ്റ് ആണ്. നാളെ മാർക്കറ്റ് ഡൗൺഫാളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് സ്ട്രോങ് ബൈ അല്ല, അത് ഇവിടെ വന്ന ബൈ ആണ് കേട്ടാ. അത് കംപ്ലീറ്റ് ആയി ഇവിടെ സ്ട്രോങ് സെല്ല് വന്നു, അത് ഇവിടുന്ന് കേറി. ഇത് നോർമലാണ്. ഇവിടുന്ന് സ്ട്രോങ് ബൈ വന്നിട്ട് ഇതേപോലെ റോക്കറ്റ് എന്നുള്ളൊരു സിമ്പിൾ ഇവിടെ വന്നു കഴിഞ്ഞാല് ഓക്കെ, അത് ഓക്കെ ആണ്. വെച്ചാൽ ഇവിടുന്ന് പമ്പ് ചെയ്യുന്നുള്ളത് അതല്ല. വെച്ചാല് നമ്മൾ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ഹ്യൂജ് ഓഫ് ടീം എക്സിറ്റ് ആയിട്ടുണ്ട്, കുറച്ചല്ല. ഇവിടെ നിന്ന് ഈ മാർക്കറ്റ് പമ്പ് ചെയ്തതിന്റെ അത്ര തന്നെ ഹ്യൂജ് ഓഫ് ടീം എന്നായിട്ടുണ്ട്. ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ട് ടീം, ഇവിടുന്ന് മുതലേ ടീം എക്സിറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്. ഒരു ഹ്യൂജ് ടീം എക്സിറ്റ് ആയി ഇതാ. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും ബ്ലൈൻഡ് ആവാതെ കാര്യങ്ങൾ ഡൗട്ട് ഇല്ലാതെ ചെയ്യാം. ഇപ്പൊ നോർമലി ഇപ്പൊ ഒരാൾക്കും ഇവിടുന്ന് ഒരു എൻട്രി ഇത്രയും വലിയൊരു ഇത് വന്നാൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടൂല, പോസിബിൾ അല്ല. ഇവിടുന്ന് പിന്നെ പൊന്തിയാക്കാം മാർക്കറ്റ്. ഒക്കെ കാര്യങ്ങൾ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നത്, ഫ്രണ്ട് എൻഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായി വാച്ച് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ 2 സിസ്റ്റത്തിന്റെ ഒരു മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഗോൾഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ബിയറും കൂടി വന്നു, വീണ്ടും അടുത്തൊരു ബിയർ വന്നു, ഡൗൺഫാളിലേക്ക് തന്നെയാണ്. കുറച്ച് ടീം ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്താൽ തിരിയും, അത് ലൈവായിട്ട് തന്നെ തിരിയും. ഡൗൺ ആണ്. ഇപ്പൊ ഇവിടുന്ന് ഒരു സെൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി നമുക്ക് പ്ലേസ് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ അത്ര കോൺഫിഡൻസിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇത് കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് കാര്യങ്ങൾ അറിയാം, എങ്ങനെയാണ് എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഇവിടുന്ന് ഒരു ഓക്കെ നമുക്കൊരു സെൽ എൻട്രി ആണെങ്കിൽ ഓക്കെ മാർക്കറ്റ് തന്നെ എൻട്രി കൊടുക്കാം, ക്ലിക്ക് ചെയ്യുക, ഈ സെൽ ഷോട്ട് കൊടുക്കാം, എൻട്രി എവിടെ വരും, എൻട്രി പ്ലേസ് ആയിട്ടുണ്ട്. ഇത്രയും കൺഫർമേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. SLും കാര്യങ്ങളും ചെറിയ ലോസേ വരുന്നെങ്കിൽ തന്നെ വലിയ ലോസ് വരും. ഇപ്പൊ ഇത് കണ്ടോ നിങ്ങൾ, ലോസ് ആണെങ്കിൽ $13, പ്രോഫിറ്റ് ആണെങ്കിൽ $30. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
$13 അക്സെപ്റ്റ് ചെയ്യാ, നമുക്ക് ഒരു ടെൻഷനും ഇല്ല. നമുക്കതാ വേണ്ടതും. അക്സെപ്റ്റ് ഇപ്പൊ ഒരു പ്രശ്നമില്ല, എനക്കൊരു ടെൻഷനും ഇല്ല. $13 പോയാ $13. ഓക്കെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അതില് ധൈര്യമായി അക്സെപ്റ്റ് ചെയ്യാ. ബാക്കി നമുക്ക് അതല്ല വേണ്ടത്. ആ ഒരു കോൺഫിഡന്റ് ആണ് ഇപ്പോൾ ഒരു ട്രേഡറിന് വേണ്ടത്. അതല്ലാതെ ബാക്കി എത്തോട്ടെ, നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അതായത് ഞാൻ പൊതുവേ പറയാം, കണ്ടതാണ് ഞാൻ കുറെ ആൾക്കാരെ ഇന്റർവ്യൂവിൽ ട്രെയിനിങ്ങിൽ കണ്ടതാണ്. അതായത് ഇവർ നോർമലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിക്കുന്ന കുറെ സിസ്റ്റവും മെത്തേഡൊക്കെ വെച്ചിട്ട് എടുക്കും, അതിലവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അത് എടുത്ത് കഴിഞ്ഞാലും അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇത്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആവുമോ ഇല്ലയോ, ഇനി നടക്കുവോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് എന്നാലും ഒന്നാവൂല. അവർക്കത് കംപ്ലീറ്റ് ആവൂല കാര്യങ്ങൾ എന്താണെന്നുള്ളത്. എല്ലാവരും പ്രശ്നമാണ് മാർക്കറ്റിലുള്ളത്. ഇപ്പൊ നമ്മള് ഇത്രയും കോൺഫിഡൻസ് ഇത്രയും ഇതിൽ നമ്മൾ എടുത്തു. ഇത് കണ്ടില്ലേ, $13 പോയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇതാണ് വേണ്ടത്. അതായത് സിസ്റ്റം. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു എൻട്രി എടുത്തിട്ട്, ഞാൻ എന്റെ ഒരു മൈൻഡ് സെറ്റ് പറയും, ഇത്രയും കൺഫർമേഷൻ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിയിട്ട് ഒരു ലോസ് വരുന്നൊക്കെ വന്നോട്ട്, അത് വന്നോട്ടെ, അത് കുഴപ്പമില്ല. നമുക്കതാ വേണ്ടത്. നമുക്ക് കൺഫർമേഷൻ ഒന്നും അറിയുന്നില്ല, ഒരു എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല, ആരെന്ത് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. എന്നിട്ടാണെങ്കിൽ ലോസ് വരുന്നതാണെങ്കിൽ ഹ്യൂജ് ലോസ്. നമുക്കതില്ല, ബ്ലൈൻഡ് ആവേണ്ട ആവശ്യം നിങ്ങളില്ല. ഇതിപ്പോ ലൈവ് എൻട്രി ആണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. എനിക്ക് കിട്ടിയ ഒരു ചെറിയ, ഞാൻ ഫുൾ കൺഫർമേഷൻ വെയിറ്റ് ചെയ്തിട്ടില്ല, ചെറിയൊരു കൺഫർമേഷൻ. ഞാൻ ഫുള്ള് വെയിറ്റ് ചെയ്തിട്ടില്ല, ഫുൾ കൺഫർമേഷൻ ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല, ചെറിയ കൺഫർമേഷൻ. എനിക്കറിയാം എന്ത് സംഭവിക്കലെന്നുള്ളത്. അത് ഇതേപോലെ നിങ്ങൾക്കും ഇത് എടുക്കുക, ബിഹേവ് ചെയ്യാ. ഇപ്പൊ നമ്മളിപ്പോ എത്ര ടൈം സ്പെൻഡ് ചെയ്തു? ഒരു 10 മിനിറ്റ് ആയിട്ട്, ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മളൊരു എൻട്രി കിട്ടാന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ സമയം ഇതിന്റെ മുന്നിൽ ഇരിക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതേപോലെ എന്റെ ക്ലയൻസും എന്റെ സ്റ്റുഡൻസും വരുമ്പോ അവരെ കൂടെ ഇരുന്നിട്ട് ആ ലൈവിൽ എൻട്രി എടുക്കാന്നുള്ളത് തന്നെയാണ്. ഞാൻ പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എന്താ പറയാ, ഈ അലേർട്ടിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരാം. ഒരു ട്രേഡും മാർക്കറ്റിൽ നിന്ന് പോകാത്ത രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. പേഴ്സണലി ഞാൻ പോലും ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫെയിലിയർ ആകാൻ തുടങ്ങും. എനിക്ക് നന്നായിട്ട് അറിയാം. ആൾക്കാർക്ക് പ്രഷറും ഫെയിലിയേഴ്സും, അതായത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ചെറിയ എക്സാമ്പിൾ പറയാം, നമ്മളെ വാട്സപ്പിലേക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് തന്നെ അത് നമ്മൾ തന്നെ ട്രിഗർ ആയി പോകും ഓട്ടോമാറ്റിക് ആയിട്ട്. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, അതിന് റിപ്ലൈ കൊടുക്കണ്ടേ, അതിനിപ്പോ അത് കൊടുക്കണം, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അതിന് നമുക്ക് ആൻസർ കൊടുക്കണ്ടേ, അത് ഈ കാര്യങ്ങൾ കൊടുക്കണ്ടേ. അല്ല, ഇത് നടക്കുന്നതാണ് കേട്ടാ. നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ, അതിന് പോയിട്ട് റെസ്പോൺസ് കൊടുക്കണം, അതിന് മറുപടി കൊടുക്കണം, അതിന് എന്തെങ്കിലും കൊടുക്കണം. അതിനത് കൊടുത്തിട്ടെങ്കിൽ ലൈറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ, ഓൻ എന്തെങ്കിലും അങ്ങനെ വിചാരിക്കോ, ഇങ്ങനെ വിചാരിക്കോ, ഇന്ന് നോക്കാണ്ടിരുന്നാലും പ്രശ്നമാണ്. നാളെ റിപ്ലൈ കൊടുത്താൽ എന്ത് വിചാരിക്കും ആൾക്കാർ? ഇതൊക്കെ ആൾക്കാരെന്താണ് ടെൻഷനിലേക്ക് കൊണ്ടുവരിക. ഒന്നും വേണ്ട, നിങ്ങൾ എല്ലാം ഫ്രീ ആയിട്ട് ഇതിന്റെ മുന്നിൽ ഇരിക്കുക. ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോ എന്താണ് അവിടെ ഉള്ളത്, നിങ്ങളെ കൺട്രോളിൽ കാര്യങ്ങൾ ഉണ്ടാ, എന്നാലും എടുക്കുക. അല്ലെങ്കിൽ അവിടെ ക്ലോസ് ചെയ്ത് ഇന്ന് എടുക്കണ്ട, നാളെ നോക്കാം. മാർക്കറ്റിൽ ഇന്ന് ഒരു എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഒരു കാരണം ഇവിടെ സംഭവിക്കില്ല. എന്റെ ഓൾറെഡി ഇന്ന് ട്രേഡ് കംപ്ലീറ്റ്. എനിക്ക് ഓൾറെഡി ഇന്ന് BTC-ൽ ഞാൻ ഇന്ന് ഈ എൻട്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. എനിക്ക് BTC-ൽ ഈ ഒരു എൻട്രി ഞാൻ ഇവിടുന്ന് എടുത്തതാണ്. ഈ ഒരു എൻട്രി ഇന്ന് കംപ്ലീറ്റ് ആയ എൻട്രി, എനിക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഇന്ന് ഞാൻ കംപ്ലീറ്റ് ആക്കിയതാണ്. ഏകദേശം $450 നമുക്ക് ഇന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ കയ്യിൽ കംപ്ലീറ്റ് ആയി. എനിക്കൊരു 2 ദിവസം 3 ദിവസം ചെയ്തെങ്കിൽ പ്രശ്നമില്ല. ഈ എൻട്രി ഇവിടുന്ന് കിട്ടിയതാണ്. ഞാൻ ഇനി ഒരാഴ്ച ചെയ്യാണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്കതാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യാ, ഇങ്ങനെ അതിലേക്ക് നമ്മൾ എത്രത്തോളം അങ്ങനെ നമ്മൾ ഡീലേക്ക് കാര്യങ്ങൾ പോകുന്നത്തോളം നമ്മൾ അതിൽ നിന്ന് ഭയങ്കരമായി നമ്മൾ പ്രശ്നത്തിലേക്ക് വരും. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ആ സിസ്റ്റം ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ പറ്റുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അലേർട്ട് വരുന്ന സിസ്റ്റം ഒക്കെ കൊണ്ടുവരാം. ഇതാണ് അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് വരുന്നത്. ഇത് നിങ്ങൾ സെറ്റപ്പ് ഒക്കെ ഫുള്ള് ചെയ്തല്ലേ? കംപ്ലീറ്റ്ലി ചെയ്തുതരും. കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തുതരും. നമുക്ക് ജസ്റ്റ് നിങ്ങളെ ഒരു പുതിയ ഇമെയിൽ ഐ ഡി പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. പേഴ്സണൽ ഇമെയിൽ ഐ ഡി വേണ്ട, അത് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് ട്രേഡിംഗ് വ്യൂ സെറ്റ് ചെയ്യുക. അതിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തരും കംപ്ലീറ്റ് ആയിട്ട്.
ട്രെയിനിങ് ഓൺലൈനിൽ തന്നെ തരും. ഞാൻ ഈ ബ്രോക്കറിന്റെ കേസ് പറയാൻ കാരണം നിങ്ങൾക്ക് അതായത് ബ്രോക്കർ മാറ്റുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇഷ്ടംപോലെ ബ്രോക്കർ മാർക്കറ്റിലുണ്ട്. നിങ്ങൾ മൊബൈലിലേക്ക് ഒരു പുതിയ സോഫ്റ്റ്വെയറും കൂടി ആഡ് ആവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പേഴ്സണലി പറയുന്നതാണ് കേട്ടാ. വെച്ചാൽ പല ആളും ബ്രോക്കറിനെ ഞാൻ MT5 ഞാൻ സപ്പോർട്ട് ചെയ്യലില്ല. ഞാൻ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞാൻ ഇതുവരെ MT5 ഞാൻ ചെയ്തിട്ടില്ല. എനിക്കറിയാം, ഞാൻ ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടില്ല. എത്താണ്ട് എന്ന് തന്നെയാണ്. അതിന് പല റീസൺസും ഉണ്ട് എനിക്ക് പേഴ്സണലി. ചില നമുക്ക് റിയൽ ഡാറ്റ കണ്ടേ പറ്റും. എന്ത് സിസ്റ്റം ഉണ്ടാക്കിയാലും റിയൽ ഡാറ്റ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. വെച്ചാൽ ഈ MT5 ഞാൻ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് MT5 ആയിട്ട് കണക്ട് ചെയ്യുന്ന പല ബ്രോക്കേഴ്സ് 99.9% MT5 എന്ന് പറയുന്നത് അവർ എങ്ങനെയും വില്ലിങ് ആണ്. ഇപ്പൊ ഞാനൊരു ബ്രോക്കറിന് കൂട്ടാം, എനിക്ക് സ്വന്തമായ ഒരു ബ്രോക്കർ ഉണ്ട്. പിന്നെ എനിക്ക് MT5 ലിസ്റ്റ് ആക്കണമെങ്കിൽ അവർ ഞാൻ പറയുന്ന എന്തിനും അവർ റെഡിയാ. എനിക്ക് അങ്ങനെ കാണിക്കണം, ഇങ്ങനെ ചെയ്യണതില് ഇതിനെ കൊടുത്തുവിടും. അവർ എങ്ങനെ വില്ലിങ്ങാ, എങ്ങനെ ഫ്ലെക്സിബിളാ ഈ MT5 എന്ന് പറയുന്ന ബ്രോക്കർ. ഇപ്പൊ MT5 ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷെ എനക്ക് എന്നാക്കണം, ട്രേഡിംഗ് വ്യൂയിലേക്ക് എനക്ക് എന്നാക്കണം എന്റെ സാധനം കൊണ്ടുവരണം, ബ്രോക്കർ കൊണ്ടുവരണം, ലിസ്റ്റ് ചെയ്യണം. ട്രേഡിംഗ് വ്യൂ പറയുന്ന റൂൾസിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം എൻ്റെ ചെയ്യാം. ഡാറ്റ ഞാൻ റിയൽ കാണിക്കണം. ഒരു മാനിപ്പുലേഷനും പറ്റൂല, കാര്യങ്ങൾ പറ്റൂല. അവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാൽ അതിനുള്ള എൻട്രി ഉണ്ട്, ഇല്ലേ അതിൽ എൻട്രി ഇല്ല. ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിന് അതായത് മന്ത്ലി ഓരോ ഇതിനും 5,000 10,000 ഓരോ കാറ്റഗറിക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. ഞങ്ങളെ യൂസേഴ്സിന് വേണ്ട കേട്ടാ. ഞങ്ങളിത് ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിലാണ് ചെയ്യുന്നത്. യൂസേഴ്സിന് വേണ്ട. ബാക്കിയുള്ള എല്ലാവർക്കും ഈ എന്ന് പറയണം സബ്സ്ക്രിപ്ഷൻ വേണം ചെയ്യണമെങ്കിൽ. ഇത് എന്തിനാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇത്രയും സബ്സ്ക്രിപ്ഷൻ പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നത്? നമുക്ക് ചിന്തിച്ചൂടെ? എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്, മില്യൺസ് ഓഫ് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ സബ്സ്ക്രിപ്ഷനിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ സിസ്റ്റം MT5 ആണെങ്കിൽ MT5 അത്രയും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് MT5 ചെയ്തൂടെ? പേയ്മെന്റ് പ്ലാൻ കൊണ്ടുവന്നൂടെ? സബ്സ്ക്രിപ്ഷൻ വേണം, റിയൽ ഡാറ്റ. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ബ്രോക്കേഴ്സ് പോലും റിയൽ ഡാറ്റ കാണിക്കണമെങ്കിലും മന്ത്ലി ചില ബ്രോക്കേഴ്സ് ഒക്കെ എന്താക്കണം, സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. 1000 2000 2000 ഒക്കെ കൊടുക്കണം ഡാറ്റ കാണിച്ചു തരുന്നതിന്. ഈ കാലത്ത് ഡാറ്റയാണ് ബിസിനസ്. ഡാറ്റ ഒരാളും വെറുതെ നമ്മളെ മുന്നിലേക്ക് വെച്ച് തരൂല. അത് ഒരാളും വിചാരിക്കണ്ട നമ്മളെ മുന്നിലേക്ക് ഒരു ഡാറ്റയും വെറുതെ ഒരാളും വെച്ച് നീട്ടി തരൂല. അപ്പൊ അതൊക്കെ നമുക്ക് അതായത് ഞാൻ മനസ്സിലാക്കിയത്തോളം ആരും ട്രേഡിംഗ് അറിയാത്തത് കൊണ്ടല്ല മാർക്കറ്റിൽ സക്സസ് ആവാതെ പോയത്. പല ബ്രോക്കറും അറിയില്ല അവർ എന്താണ് കാര്യങ്ങൾ, ഏതിലാണ് പോയി ഇത് വെക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ് മാർക്കറ്റിൽ ഉണ്ടായത്. മൊത്തത്തിൽ ട്രേഡിംഗ് അറിയാത്തത് കൊണ്ടല്ല ആരും ലൂസേഴ്സ് ആയിട്ട് പോയത് മാർക്കറ്റിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാരിറ്റി വരുത്താം. എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റി വരുത്തും. ബ്രോക്കറിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരും. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തരും. ഇതിന്റെ കൂടെ ഒരു 1 year ഒരു ബ്ലൂ പ്രിന്റ് സെറ്റ്, അതായത് നിങ്ങൾ എങ്ങനെയാണ് ഓരോ മാസവും മാർക്കറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ടാർഗറ്റ് പ്ലാനിങ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളൊരു കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റിന്റെ ഒരു സെറ്റും കൂടി നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. വെറുതെ നിങ്ങൾ ട്രേഡ് ചെയ്യാന്നുള്ള മാത്രമല്ല, 12 month ബ്ലൂ പ്രിന്റ് സിസ്റ്റം കൂടി നിങ്ങൾ ഓരോ മാസം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ബ്ലൂ പ്രിന്റ് തരും. ടാർഗറ്റ് എങ്ങനെയാണ്, എത്ര ഡെയിലി ഏൺ ചെയ്യണം, ഡെയിലി എത്ര പ്രോഫിറ്റ് എടുത്തുവിടും, എത്ര ട്രേഡ് എടുക്കാം, അതിന്റെ കാര്യങ്ങൾ തരും. ശരി, ഇത് നിങ്ങൾ ഈ സെറ്റപ്പ് എല്ലാം നിങ്ങൾ സപ്പോർട്ട് തരുമല്ലോ അല്ലേ? നമ്മുടെ എല്ലാം തരും. ടെക്നിക്കൽ ആയിട്ടുള്ള ആളല്ല എന്നാലും പ്രൈസിങ് വരുന്നത് ഇപ്പൊ നിലവിൽ നമ്മളൊരു സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യേണ്ട ഒരു ഓഫർ ഉണ്ട്. 35,000 രണ്ടും കൂടി കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ നോർമൽ അതിപ്പോ ഓരോ ബാച്ചിൽ 10 സ്റ്റുഡൻസിനാണ്. അതിപ്പോ നോക്കണം 2-3 സ്ലോട്ട് അതിൽ ബാക്കിയുണ്ട്. അതല്ലെങ്കിൽ നോർമൽ പ്രൈസിങ് വരുന്നത് 2 ടൂളത്തിൽ 50,000 ആണ്. ഓക്കെ, ലൈഫ് ടൈമിലേക്കാണ്. ഈ മാസം ജോയിൻ ചെയ്യുന്നവർക്ക് മുഴുവൻ ലൈഫ് ടൈമിലേക്കാണ് ഈ വരുന്ന ഇതില് കംപ്ലീറ്റ് ലൈഫ് ടൈമിലേക്കാണ് അതിന്റെ ആക്സസും കാര്യങ്ങളും കൊടുക്കുന്നത്. ഒരു 1 yearല് അതായത് 100 യൂസേഴ്സേ ഉണ്ടാവും. അതുകൂടി ഞാൻ പറഞ്ഞുതരാം.
കുറെ ആക്കുമ്പോൾ കൊടുക്കാന്നുള്ളതില്ല. അപ്പൊ മാക്സിമം ഒന്ന് പെട്ടെന്ന് ആക്കിയിട്ട് എന്താണ് കാര്യങ്ങൾ അപ്ഡേറ്റ് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ശരി, കുഴപ്പമില്ല, അത് പറയാം, അറിയിക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ശരി, താങ്ക് യു. ശരി, താങ്ക് യു.